നമസ്കാരം, ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇടമലക്കുടിയിലെ റോഡ് നിർമ്മാണം അടിയന്തരമായി പൂർത്തീകരിക്കണമെന്ന് മന്ത്രി കെ എ തുളസി. 45 ദിവസത്തിനകം റോഡ് നിർമ്മാണം പൂർത്തീകരിച്ച് സഞ്ചാരയോഗ്യമാക്കാൻ പൊതുമരാമത്ത് വകുപ്പിന് നിർദ്ദേശം നൽകി മന്ത്രി. തമിഴ്നാട്ടിലെ വൈഗ അണക്കെട്ടിൽ ജലനിരപ്പ് കുത്തനെ കുറഞ്ഞതോടെ തെക്കൻ ജില്ലകളിലെ കാർഷിക മേഖല കടുത്ത പ്രതിസന്ധി. അണക്കെട്ടിൽ നിലവിൽ അവശേഷിക്കുന്നത് 20% വെള്ളം മാത്രം. ജലക്ഷാമം രൂക്ഷമായതോടെ നിരവധി മേഖലകളിൽ കൃഷി ആരംഭിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. തൊടുപുഴ നഗരസഭയിലെ ഭരണസ്തംഭനത്തിനെതിരെ CPM നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ജില്ലാ സെക്രട്ടറി CV വർഗീസ് സമരം ഉദ്ഘാടനം ചെയ്തു. ഭരണസമിതിക്കുള്ളിലെ ചേരിപ്പോരും തമ്മിലടിയും നഗരസഭയുടെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നതായും നേതാക്കൾ. മൺസൂൺ അവസാനിക്കാറായിട്ടും സജീവമാകാതെ ഇടുക്കിയിലെ വെള്ളച്ചാട്ടങ്ങൾ. മഴ കുറഞ്ഞതിനാൽ മൺസൂൺ കാഴ്ചകൾ ആസ്വദിക്കാൻ ഇത്തവണ ഇടുക്കിയിലേക്ക് സഞ്ചാരികളും എത്തിയില്ല. പ്രധാന ജലാശയങ്ങളിലും കാര്യമായി ജലനിരപ്പ് ഉയർന്നില്ല. വിശദമായ വാർത്തകളിലേക്ക്. ഇടമലക്കുടിയിലെ റോഡ് നിർമ്മാണം അടിയന്തരമായി പൂർത്തീകരിക്കണമെന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് മന്ത്രി കെ എ തുളസി. ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയുടെ വികസന പ്രവർത്തനങ്ങൾ പ്രത്യേകം അവലോകനം ചെയ്യാൻ ചേർന്ന യോഗത്തിലാണ് മന്ത്രി കെ എ തുളസിയുടെ നിർദ്ദേശം. 45 ദിവസത്തിനകം റോഡ് നിർമ്മാണം പൂർത്തീകരിച്ച് സഞ്ചാരയോഗ്യമാക്കാൻ പൊതുമരാമത്ത് വകുപ്പിന് മന്ത്രി നിർദ്ദേശം നൽകി. വനംവകുപ്പ് മുഖേന നിർമ്മിച്ചു നൽകിയ 58 വീടുകൾ തകർന്ന അവസ്ഥയിലാണ്. ഈ വീടുകൾ ഇടുക്കി പാക്കേജിൽ ഉൾപ്പെടുത്തി പുനർനിർമ്മിക്കും. ഭക്ഷ്യധാന്യം സംഭരിക്കുന്നതിനുള്ള ഗോഡൌണിന്റെ നിർമ്മാണം പൂർത്തിയായി. ഉച്ചയ്ക്കകം കെട്ടിടം നമ്പറിട്ട് സിവിൽ സപ്ലൈസ് വകുപ്പിന് കൈമാറാൻ പഞ്ചായത്തിന് നിർദ്ദേശം നൽകി. ഡിജിറ്റൽ കണക്ടിവിറ്റി ഉറപ്പാക്കുന്നതിന് പ്രദേശത്തെ വൈദ്യുതീകരണ ജോലികൾ ഊർജിതമാക്കാനും നിർദ്ദേശിച്ചു. നിലവിൽ ഇവിടെ ടവറുകൾ ഉണ്ടെങ്കിലും സോളാർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതിനാൽ ഭാഗികമായി മാത്രമേ കവറേജ് ലഭിക്കുന്നുള്ളൂ. വൈദ്യുതീകരണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ KECBക്ക് നിർദ്ദേശം നൽകി. 45 ദിവസത്തിനകം ഇടമലക്കുടിയിലെ റോഡ് നിർമ്മാണം പൂർത്തീകരിച്ച് സഞ്ചാരയോഗ്യമാക്കാൻ പൊതുമരാമത്ത് വകുപ്പിന് നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ എ തുളസി പറഞ്ഞു. ഇടമലക്കുടിയിൽ നമുക്ക് ചെയ്തു തീർക്കാനുള്ള വിവിധ വിഷയങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് ചർച്ച ചെയ്യുകയും അതിൽ തീരുമാനമെടുക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് ഇടുക്കി പാക്കേജിൻ്റെ ഭാഗമായിട്ട് തന്നെ നിലവിൽ വീടില്ലാത്ത വാസയോഗ്യമായ വീടില്ലാത്ത ആളുകളുടെ പ്രശ്നം ഉൾപ്പെടെ, അതുപോലെ തന്നെ പണി കഴിയാത്ത റോഡിൻ്റെ വിഷയം ഉൾപ്പെടെ, കുടിവെള്ള പദ്ധതികൾ ഉൾപ്പെടെ, ഇലക്ട്രിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വളരെ ക്രിയാത്മകമായിട്ടുള്ള ചർച്ചകൾ ഉയർന്നു വന്നിരുന്നു. അപ്പോൾ സമയബന്ധിതമായി വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കണം എന്നുള്ളതാണ് ഈ മീറ്റിങ്ങിൻ്റെ പൊതുവായിട്ടുള്ള ഒരു തീരുമാനം. കാരണം നമ്മൾ ആളുകളിലേക്ക് സഹായം എത്തിക്കുമ്പോൾ അത് സമയബന്ധിതമായിട്ട് എത്തിക്കുക എന്നുള്ളതാണ് ഈ സർക്കാരിൻ്റെ നയം. KECBയുടെ കേബിളുകൾ തകരാറിലായതുമായി ബന്ധപ്പെട്ട പരിശോധന ഏകോപിപ്പിക്കാൻ അടിമാലി ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസറെ ചുമതലപ്പെടുത്തി. കുടിവെള്ള ലഭ്യത ഉറപ്പാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ജൽജീവൻ മിഷന്റെ നേതൃത്വത്തിൽ ഈ വർഷം ഡിസംബറിൽ പൂർത്തീകരിക്കുവാനും മന്ത്രി നിർദ്ദേശിച്ചു. തമിഴ്നാട്ടിലെ വൈഗ അണക്കെട്ടിൽ ജലനിരപ്പ് കുത്തനെ കുറഞ്ഞതോടെ തെക്കൻ ജില്ലകളിലെ കാർഷിക മേഖല കടുത്ത പ്രതിസന്ധിയിൽ. അണക്കെട്ടിൽ നിലവിൽ 20% വെള്ളം മാത്രമാണ് അവശേഷിക്കുന്നത്. ജലക്ഷാമം രൂക്ഷമായതോടെ നിരവധി മേഖലകളിൽ കൃഷി ആരംഭിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് അണക്കെട്ട് നിറഞ്ഞ് കാർഷിക ആവശ്യങ്ങൾക്കായി വെള്ളം തുറന്നുവിട്ടിരുന്നെങ്കിലും ഇത്തവണ സ്ഥിതി തികച്ചും വ്യത്യസ്തമാണ്. തെക്കൻ തമിഴ്നാട്ടിലെ പ്രധാന ജലസ്രോതസ്സുകളിലൊന്നായ വൈഗ അണക്കെട്ടാണ് ഇപ്പോൾ കടുത്ത ജലക്ഷാമം നേരിടുന്നത്. നിലവിൽ അണക്കെട്ടിൽ സംഭരണ ശേഷിയുടെ ഏകദേശം 20% വെള്ളം മാത്രമാണുള്ളത്. ഇതോടെ തേനി, മധുര, ദിണ്ടുക്കൽ, ശിവഗംഗ, രാമനാഥപുരം തുടങ്ങി വൈഗ ജലസേചന പദ്ധതി ആശ്രയിക്കുന്ന നിരവധി പ്രദേശങ്ങളിൽ കൃഷി മുടങ്ങിയിരിക്കുകയാണ്. ஒரு நாள் விட்டு 2 நாள் விட்டு தான் டேங்கில் தண்ணி வருது விவசாயத்துக்கு. அதை அங்கே ஆற்று தண்ணி வர அப்படியே குறைஞ்சிக்கிச்சு. இப்போ இந்த கிணறுலாம் வற்றி போச்சு. கஞ்சல் பாயா இருந்தாலும் இந்த பக்கம் பார்த்தா வந்து ஊரில் அது பாயா இருந்தாலும் ஊரில் புறமே தரசத்தரம் இருக்குது. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ വൈഗ അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്ത് മികച്ച മഴ ലഭിച്ചിരുന്നു. അതോടെ അണക്കെട്ട് നിറഞ്ഞ കാർഷിക ആവശ്യങ്ങൾക്കായി വെള്ളം തുറന്നുവിടാനും കഴിഞ്ഞിരുന്നു. എന്നാൽ ഇത്തവണ മഴ കുറവായതോടെ അണക്കെട്ടിലേക്ക് ആവശ്യത്തിന് വെള്ളം എത്തിയില്ല. അതിന്റെ പ്രത്യാഘാതമാണ് ഇപ്പോൾ കാർഷിക മേഖലയെ ബാധിച്ചിരിക്കുന്നത്. என் பேர் ஆண்டி. நாங்கள் எப்பயுமே ஜூன் 1ஆம் தேதி உழைப்பிரியார் தண்ணியை திறக்க ஆரம்பிச்சுவாங்க. தண்ணியை திறந்துட்டா நாங்கள் விதநாள் போட்டு செஞ்சு அதை விதநாளை வளர்த்து 1 மாதம் கழிச்சு நடவு நட்டு செஞ்சு விவசாய பணிலாம் மும்பரமாக செஞ்சுக்கிருப்போம். இப்போ முல்லைப்பெரியாறு போதிய மழை இல்லைன்னு சொல்லி தண்ணி திறக்காதனால இப்போ என்ன ஆச்சுன்னா எங்கள் ஏரியாவே ஒரு டேம், முல்லைப்பெரியாறு டேம் கட்டாத மாதிரி எப்படி ஒரு பாலைவனமாக அந்த மாவட்டம் இருந்துச்சோ அது மாதிரி இப்போ பூராமே
பசுப்பே இல்லாமல் காஞ்சிருக்கு. இந்த பக்கத்தில் இருக்க சொன்னீங்க தென்னை மரமே தண்ணி போதிய தண்ணி இல்லாமல் மரமே காஞ்சிருக்கு. இப்போ 2 போகமாக விளைஞ்சிக்கு இருந்த இந்த 14,700 ஏக்கருமே வந்து இன்னைக்கு என்னாச்சுன்னா இப்போ போதிய மழையே இல்லாதனால இந்த வட்டம் முதல் போகம் செய்ய வாய்ப்பு இல்லை. அடுத்து இதுக்கு மேலே மழை விளைஞ்சி செஞ்சு வந்தால் 2வது வருஷம் இல்லைன்னு சொன்னால் அந்த போகம் செய்யாமல் ഇത് வந்து തമിഴ്നാട് மட்டும் ഇല്ലാமல் കേരളക്ക് பெரிய ഒരു ബാധിപ്പ്. വൈഗ അണക്കെട്ടിലേക്ക് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് സ്പിൽവേയിലൂടെ എത്തുന്ന വെള്ളവും പ്രധാന ആശ്രയമാണ്. എന്നാൽ മുല്ലപ്പെരിയാറിലും ജലനിരപ്പ് കുറഞ്ഞതിനാൽ ആവശ്യമായ അളവിൽ വെള്ളം ലഭിക്കാത്തതും നിലവിലെ പ്രതിസന്ധി രൂക്ഷമാക്കുന്നു. ജലലഭ്യത ഉറപ്പില്ലാത്തതിനാൽ നിരവധി കർഷകർ ഇത്തവണ കൃഷി ഉപേക്ഷിക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. തൊടുപുഴ നഗരസഭയിലെ ഭരണസ്തംഭനത്തിനെതിരെ CPM നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ജില്ലാ സെക്രട്ടറി CV വർഗീസ് സമരം ഉദ്ഘാടനം ചെയ്തു. ഭരണസമിതിക്കുള്ളിലെ ചേരിപ്പോരും തമ്മിലടിയും നഗരസഭയുടെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നതായും നേതാക്കൾ പറഞ്ഞു. തൊടുപുഴ നഗരസഭയിൽ UDF ഭരണസമിതി അധികാരത്തിലേറിയിട്ട് 7 മാസത്തിലേറെയായി. നാളിതുവരെ ഒരു വികസന പദ്ധതികളും നടപ്പിലാക്കിയിട്ടില്ല. സെക്രട്ടറി അടക്കം പ്രധാനപ്പെട്ട പല തസ്തികകളിലും ജീവനക്കാരില്ല. അതിനിടയിൽ ഭരണസമിതിക്കുള്ളിൽ ചേരിപ്പോരും തമ്മിലടിയും രൂക്ഷമാണ്. വെള്ളക്കെട്ട്, മാലിന്യ സംസ്കരണം, തെരുവ് വിളക്ക് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ജനജീവിതത്തെ ബാധിക്കുന്നു. അതോടൊപ്പം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ ടോയ്ലറ്റ് കോംപ്ലക്സ്, കോലാനിയിൽ ആരംഭം കുറിച്ച നഗരസഭ സൗന്ദര്യവൽക്കരണം പോലെയുള്ള പദ്ധതികൾ തെരഞ്ഞെടുപ്പിന് മുൻപ് ഉദ്ഘാടനം നടത്തി ജനങ്ങളെ പറ്റിക്കുന്ന സമീപനമാണ് UDF നടത്തുന്നതെന്നും നേതാക്കൾ ആരോപിച്ചു. നഗരസഭാ ഓഫീസിന് മുൻപിൽ നടന്ന സമരം CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് ഉദ്ഘാടനം ചെയ്തു. വലിയ നിലയിലുള്ള വിനോദ കേന്ദ്രങ്ങൾ ഇതെല്ലാം ഭാവനാപൂർവ്വം സംഘടിപ്പിക്കുക എന്നതാണ് നഗരസഭയ്ക്ക് പ്രത്യേകമായി നൽകുന്ന ഒരു സംസ്കാരം. ഇതാണ് മാത്രമല്ല, ഗ്രാമീണ മേഖലയിൽ നഗരസഭയിൽ ജീവിക്കുന്ന ജനങ്ങളും തമ്മിൽ നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായി അവൻ്റെ സംസ്കാരത്തിൽ, അവൻ്റെ ജീവിതത്തിൽ, അവൻ്റെ ദൈനംദിന ഇടപെടലിലെല്ലാം തന്നെ വലിയ നിലയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരിക എന്നത് സ്വാഭാവികമാണ്. സംസ്ഥാന കമ്മിറ്റി അംഗം KP മേരി, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുഹമ്മദ് ഫൈസൽ, ജില്ലാ കമ്മിറ്റി അംഗം VV മത്തായി, ഏരിയ സെക്രട്ടറിമാരായ TR സോമൻ, ലിനു ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. KSEBയുടെ അപ്രഖ്യാപിത വൈദ്യുതി മുടക്കത്തിനെതിരെ DYFI കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റി KSEB ഡിവിഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ജില്ലാ സെക്രട്ടറി S സുധീഷ് ഉദ്ഘാടനം ചെയ്തു. മാർച്ച് ഡിവിഷൻ ഓഫീസിന് മുൻപിൽ പോലീസ് തടഞ്ഞു. ജില്ലാ സെക്രട്ടറി S സുധീഷ് സമരം ഉദ്ഘാടനം ചെയ്തു. VD സതീശനെയും കൂട്ടരെയും ജനം തിരഞ്ഞെടുത്തു. അവർ ഭരിച്ചോട്ടെ, ഞങ്ങൾക്ക് തർക്കമില്ല. പക്ഷേ ഭരിക്കാൻ അറിയാതെ ഭരിക്കുന്നതിന്റെ പ്രശ്നമുള്ളതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ എന്ത് സമരം സംഘടിപ്പിക്കുന്നത് എന്ന് ഈ നാട് തിരിച്ചറിയേണ്ടതുണ്ട്. ഇന്നിതൊരു സൂചനാ സമരം മാത്രമാണ്. ഇന്ന് ഞങ്ങൾ KSEB ഓഫീസിന്റെ പടിക്കൽ കൊണ്ട് സമരം അവസാനിപ്പിച്ചു. ഞങ്ങൾ KSEB ഓഫീസിന്റെ മുകളിൽ കൊടി നാട്ടണമെന്ന് വിചാരിച്ചാൽ കൊടി നാട്ടുന്ന സംഘടനയുടെ പേരാണ് DYFI എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. UDF സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം തുടർച്ചയായി വൈദ്യുതി മുടക്കി വ്യാപാര വ്യവസായ മേഖലകളെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയാണെന്ന് നേതാക്കൾ ആരോപിച്ചു. ബേക്കറികൾ, ഹോട്ടലുകൾ, കോൾഡ് സ്റ്റോറേജുകൾ തുടങ്ങിയ സ്ഥാപനങ്ങൾ അടച്ചിടേണ്ട സാഹചര്യമാണ് നിലവിൽ. രാത്രികാലങ്ങളിലെ വൈദ്യുതി മുടക്കം വിദ്യാർത്ഥികളുടെ പഠനത്തെയും ബാധിക്കുന്നു. ജനജീവിതം ദുസ്സഹമാക്കുന്ന വൈദ്യുതി വകുപ്പിനെതിരെ ജനം പ്രതിഷേധിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. ബ്ലോക്ക് പ്രസിഡന്റ് M ശിവകുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി നിയാസ് അബു, മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഫൈസൽ ജാഫർ, ലിജോ ജോസ്, ബോബി ആന്റണി, അജോ സെബാസ്റ്റ്യൻ, E ബെഞ്ചമിൻ, ആശാ സോമൻ എന്നിവർ സംസാരിച്ചു. വൈദ്യുതി മുടങ്ങുമ്പോൾ തെളിയിക്കാനായി വ്യാപാര സ്ഥാപനങ്ങളിൽ മെഴുകുതിരികളും വിതരണം ചെയ്തു. ദേശീയപാത 85 നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകിയതിൽ ഹൈവേ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. അടിമാലി പഞ്ചായത്ത് പടിയിൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. അടിമാലി ഗ്രാമപഞ്ചായത്ത് പടിയിൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു. ദേശീയപാത സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് ആഹ്ലാദ പ്രകടനം സംഘടിപ്പിച്ചത്. തുടർന്ന് നടന്ന യോഗം ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. ഈ ദേശീയപാത ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോകും എന്നുള്ള ഒരു സ്ഥിതി വന്ന വേളയിലാണ് കേന്ദ്ര സർക്കാർ നമുക്ക് ഇന്ന് കാണുന്ന വിധത്തിലുള്ള ഈ വികസന പദ്ധതി
അനുവദിച്ചു നൽകി. ഇതുമായി ബന്ധപ്പെട്ട് 10 മീറ്റർ വീതിയിൽ റോഡ് അതിൻ്റെതായ നിലയിലുള്ള വികസന പ്രവൃത്തി നടത്തുവാനും 2 lane with paved shoulder എന്നുള്ള സ്പെസിഫിക്കേഷനിലൂടെ ഈ പദ്ധതി പൂർത്തീകരിക്കാനും വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് അംഗീകാരം നൽകിയത്. അപ്പോൾ ആ അവസ്ഥയിൽ നമുക്കെല്ലാവർക്കും വലിയ ആശ്വാസമായി. മൂന്നാർ എന്ന് പറയുന്ന അതിസുപ്രധാനമായ ടൂറിസം കേന്ദ്രമാണ്. 10,000-കണക്കിന് വരുന്ന ടൂറിസ്റ്റുകളാണ് ഈ പ്രദേശത്തേക്ക് കടന്നു വരുന്നത്. സ്വാഭാവികമായും ഇതിനപ്പുറമുള്ള വികസനമാണ് നമ്മൾ ആഗ്രഹിച്ചിരുന്നതെങ്കിലും ഇത്രയെങ്കിലും ആയല്ലോ എന്നുള്ള ഒരു ആശ്വാസത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. പരിപാടിയിൽ ദേവികുളം MLA F. രാജ, അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബാബു P. കുര്യാക്കോസ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഹാപ്പി K. വർഗീസ്, ദേശീയപാത സംരക്ഷണ സമിതി അംഗങ്ങളായ PM ബേബി, റസാഖ് ചുരവേലി തുടങ്ങിയവർ പങ്കെടുത്തു. മൺസൂൺ അവസാനിക്കാറായിട്ടും സജീവമാകാതെ ഇടുക്കിയിലെ വെള്ളച്ചാട്ടങ്ങൾ. മഴ കുറഞ്ഞതിനാൽ മൺസൂൺ കാഴ്ചകൾ ആസ്വദിക്കാൻ ഇത്തവണ ഇടുക്കിയിലേക്ക് സഞ്ചാരികളും എത്തിയില്ല. പ്രധാന ജലാശയങ്ങളിലും കാര്യമായി ജലനിരപ്പ് ഉയർന്നിട്ടില്ല. മൺസൂണിന്റെ തുടക്കത്തിൽ തന്നെ ജലസമൃദ്ധമാകാറുള്ള നെടുങ്കണ്ടം തൂവൽ വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചകളാണിത്. പാറക്കെട്ടുകൾ മുഴുവൻ നിറഞ്ഞ ഹുങ്കാര ശബ്ദത്തോടെ താഴേക്ക് പതിച്ചിരുന്ന ജലപാതം ഇത്തവണയില്ല. വേനൽക്കാലം പോലെ നേർത്ത വെള്ളച്ചാട്ടം മാത്രം. ടൂറിസത്തിന്റെ ഓഫ് സീസൺ ആണെങ്കിലും മഴക്കാഴ്ചകൾ തേടി നിരവധി സഞ്ചാരികൾ മുൻ വർഷങ്ങളിൽ ഇടുക്കിയിലേക്ക് എത്താറുണ്ടായിരുന്നു. പ്രധാനമായും അറബ് രാജ്യങ്ങളിൽ നിന്നും നോർത്ത് ഇന്ത്യയിൽ നിന്നുമാണ് സഞ്ചാരികൾ എത്തിയിരുന്നത്. ഇത്തവണ പേരിന് പോലും സഞ്ചാരികൾ എത്തുന്നില്ല. ഇത്തവണ മൺസൂൺ ടൂറിസം ഇടുക്കി ജില്ലയിൽ കാര്യമായി ബാധിച്ചിട്ടുണ്ട്. കാരണം മഴ കുറവായതുകൊണ്ട് തന്നെ വെള്ളച്ചാട്ടങ്ങളും മറ്റ് ഹൈറേഞ്ചിലായി മൺസൂൺ പ്രതീക്ഷിച്ച് വരുന്ന ആളുകളെല്ലാം ബുക്കിംഗ് കിട്ടുന്നില്ല. ഇത്തവണ മൺസൂൺ ടൂറിസം ഇടുക്കിയെ കാര്യമായി ബാധിക്കും. മഴ നടത്തമടക്കമുള്ള മൺസൂൺ ആക്ടിവിറ്റികളും ഇത്തവണ സഞ്ചാരികൾക്കായി ഒരുക്കിയിട്ടില്ല. ഇടുക്കി ഉൾപ്പെടെയുള്ള ജില്ലയിലെ പ്രധാന ജലാശയങ്ങളിലുമെല്ലാം മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ജലനിരപ്പ് വളരെ കുറഞ്ഞതും മൺസൂൺ ടൂറിസത്തിന് തിരിച്ചടിയായി. അറ്റകുറ്റപ്പണികൾക്കായി അടച്ച കമ്പംമേട്ട് കമ്പം ചുരംപാത ശനിയാഴ്ച തുറക്കും. രാവിലെ 6 മണി മുതൽ ചെറുവാഹനങ്ങൾ കടത്തിവിടും. റോഡ് കോൺക്രീറ്റിംഗും പാലങ്ങളുടെ നിർമ്മാണവും തുടരുന്നതിനാൽ ഭാരവാഹനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശനിയാഴ്ച രാവിലെ 6 മണി മുതൽ ചെറുവാഹനങ്ങൾ കടത്തിവിടും. ടിപ്പർ ലോറി ഉൾപ്പെടെയുള്ളവയ്ക്ക് അടുത്ത 20 ദിവസത്തേക്കാണ് നിരോധനം. ബസ്സുകൾ, ജീപ്പുകൾ, മറ്റു വാഹനങ്ങൾ എന്നിവയെ റോഡ് ഉപയോഗിക്കാൻ അനുവദിക്കുമെന്നും അധികൃതർ അറിയിച്ചു. മോഡൽ ലയൺസ് ക്ലബ് ഓഫ് കട്ടപ്പന ഗ്രീൻ സിറ്റിയുടെ 2026-27 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും ജൂലൈ 19-ന് ITA ജംഗ്ഷനിലുള്ള ലയൺസ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടക്കും. ക്ലബിന്റെ ഈ വർഷത്തെ സർവീസ് പ്രൊജക്ടുകളുടെ ഉദ്ഘാടനവും വെബ്സൈറ്റ് ഉദ്ഘാടനവും ഇതോടൊപ്പം നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ക്ലബ് പ്രസിഡന്റ് മനോജ് N. ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. അഡ്വക്കേറ്റ് ജോസഫ് മാങ്ങാലി മുഖ്യ അതിഥിയായി പങ്കെടുക്കും. യോഗത്തിൽ പ്രതീക്ഷാഭവൻ ഡയറക്ടറായി 25 വർഷം സാമൂഹിക ആതുര സേവന രംഗത്ത് സ്തുത്യർഹമായ സേവനം അനുഷ്ഠിച്ച ബ്രദർ ജോസ് മാത്യുവിനെയും പാരാ ബോഡി ബിൽഡിംഗ് വിഭാഗത്തിൽ മിസ്റ്റർ കേരളയായി വിജയിച്ച സിജോ സണ്ണിയെയും ആദരിക്കും. ക്ലബ്ബ് പ്രസിഡന്റ് മനോജൻ അദ്ദേഹത്തിൻ്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ ലയൺസ് ഡിസ്ട്രിക്റ്റ് 318Cയിലെ സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ അഡ്വക്കേറ്റ് ജോസ് മംഗലി MJF മുഖ്യ അതിഥിയായിരിക്കുന്നതാണ്. ഈ ചടങ്ങിനോടൊന്നിച്ച് കഴിഞ്ഞ 25 വർഷക്കാലമായിട്ട് വളരെ നിസ്വാർത്ഥമായ സേവനം കട്ടപ്പനയിലും പരിസര പ്രദേശങ്ങളിലെയും ആതുര സേവന രംഗത്തും സാമൂഹ്യ സേവന രംഗത്തും വളരെ സുത്യർഹമായി സേവനമനുഷ്ഠിച്ച പ്രതീക്ഷാഭവൻ്റെ ഡയറക്ടർ ബ്രദർ ജോസ് മാത്യുവിനെ ആദരിക്കുന്നതാണ്. കൂടാതെ പാരാ ബോഡി ബിൽഡിംഗ് വിഭാഗത്തിൽ നമ്മുടെ ഈ ദേശത്തു നിന്ന് ശ്രീ സിജോ സണ്ണി മിസ്റ്റർ കേരളയായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. അദ്ദേഹത്തെയും ഈ പരിപാടിയിൽ ആദരിക്കുന്നുണ്ട്. ക്ലബിന്റെ ഈ വർഷത്തെ സർവീസ് പ്രൊജക്ടുകളുടെ ഉദ്ഘാടനവും വെബ്സൈറ്റ് ഉദ്ഘാടനവും ഇതോടൊപ്പം നടക്കും. ക്ലബ് സ്നേഹഭവനം പദ്ധതിയിൽ പണികഴിപ്പിച്ച 2 ഭവനങ്ങളുടെ താക്കോൽദാനവും അന്നേ ദിവസം നടക്കും. വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് ജോർജ് വേഴമ്പത്തോട്ടം, ലൂക്ക ജോസഫ് കറുകച്ചേരിൽ, KJ തോമസ്, കണിയംപ്ലാക്കൽ എന്നിവർ പങ്കെടുത്തു.
റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും 19-ാം തീയതി വെള്ളക്കടവ് സിബീസ് ഗാർഡനിൽ നടക്കും. ഗവർണർ ഇലക്ട് ഡോക്ടർ CN രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഷിബു പോൾ പ്രസിഡന്റായും, ബിനോയ് അഗസ്റ്റിൻ സെക്രട്ടറിയായും, ജിത്ത് ജോസഫ് ട്രഷററായും, അഖിൽ വിശ്വനാഥൻ GGR ആയും ചുമതലയേൽക്കും. PDG രാജ്മോഹൻ നായർ, MD നോബി, അസിസ്റ്റന്റ് ഗവർണർ മനോജ് അഗസ്റ്റിൻ തുടങ്ങിയവർ അതിഥികളാകും. പുതുതായി ആരോഗ്യം, വിദ്യാഭ്യാസം, പരിസ്ഥിതി സംരക്ഷണം, യുവജനക്ഷേമം എന്നീ മേഖലകൾക്ക് പ്രാധാന്യം നൽകിയുള്ള പദ്ധതികൾ നടപ്പാക്കും. കൂടാതെ ഭവന നിർമ്മാണം, ഡയാലിസിസ് ധനസഹായം, 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ഹൃദയ ശസ്ത്രക്രിയ എന്നീ പദ്ധതികളും നടപ്പാക്കും. കഴിഞ്ഞ വർഷം ഭവന നിർമ്മാണം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ആരോഗ്യ മേഖലയ്ക്കുമുള്ള സഹായങ്ങൾ തുടങ്ങിയവ വിജയകരമായി നടപ്പിലാക്കിയതിന് മികച്ച ക്ലബ്ബായി റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജ് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജിൻ്റെ 2026-27 വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും ഈ വരുന്ന ജൂലൈ 19-ാം തീയതി സിബീസ് ഗാർഡനിൽ വെച്ച് വൈകിട്ട് 6 മണിക്ക് നടത്തപ്പെടുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജ് എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ വിവിധ മേഖലയിൽ അർത്ഥവത്തായിട്ടുള്ള ഒരുപാട് പ്രോജക്റ്റുകൾ, ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു ക്ലബ്ബാണ്. കഴിഞ്ഞ വർഷം ഏകദേശം 2.5 കോടി രൂപയുടെ ഏകദേശം പ്രൊജക്റ്റുകൾ നമുക്ക് പൂർത്തിയാക്കാൻ സാധിച്ചു. ഞങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്നേഹമന്ദിരം, മുരിക്കാശ്ശേരിയിലുള്ള സ്നേഹമന്ദിരത്തിൽ ഏകദേശം 1.25 കോടി രൂപയോളം പ്രൊജക്റ്റ് കോസ്റ്റ് വരുന്ന ഒരു പേപ്പർ പ്രൊഡക്ട്സിൻ്റെ ഒരു യൂണിറ്റ് സ്ഥാപിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. അതായത് ഞങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ അതുമാത്രമല്ല, സമൂഹത്തിലെ എല്ലാ മേഖലയും 2 വീടിൻ്റെ താക്കോൽദാനം നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചു. ഒരുപാട് എല്ലാ മേഖലയിലും ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു കയ്യൊപ്പ് ചേർത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം സാധിച്ചു. അതിൻ്റെ എല്ലാം പ്രവർത്തന ഫലമായി ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം ഒരുപാട് ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഒരുപാട് അവാർഡുകൾ ഞങ്ങൾക്ക് ലഭിച്ചു. ബെസ്റ്റ് ക്ലബ്ബായിട്ട് റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജിനെ ആദരിക്കപ്പെട്ടു. അങ്ങനെ ഒരുപാട് അവാർഡുകൾ നമുക്ക് ലഭിച്ചു. അതിൻ്റെ ഒരു തുടർച്ചയാണ് കഴിഞ്ഞ വർഷങ്ങളിലെ എല്ലാ പ്രൊജക്റ്റുകളുടെയും ഒരു തുടർച്ചയെന്നോണം ഈ വർഷം 2026-27 വർഷത്തിലേക്ക് റോട്ടറി ക്ലബ്ബ് ഓഫ് കട്ടപ്പന ഹെറിറ്റേജിൻ്റെ പ്രസിഡന്റായിട്ട് ശ്രീ റോട്ടറിയൻ ഷിബു പോൾ തിരഞ്ഞെടുക്കുകയാണ്. സെക്രട്ടറി ബിനോയ് അഗസ്റ്റി, ട്രഷറർ ജിത്ത് ജോസഫ്. മുരിക്കാശ്ശേരി സ്നേഹമന്ദിരത്തിൽ നടപ്പിലാക്കിയ പേപ്പർ ഉൽപ്പന്ന നിർമ്മാണ യൂണിറ്റിന് രാജ്യാന്തര അംഗീകാരവും ലഭിച്ചു. ഈ വർഷം പേപ്പർ നിർമ്മാണ യൂണിറ്റിന് വാഹനവും കൈമാറുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ അഖിൽ വിശ്വനാഥൻ, സന്തോഷ് ദേവസ്യ, PM ജെയിംസ്, ജിത്ത് ജോസഫ്, ജിതിൻ കൊല്ലംകുടി, ജോസ് ഫ്രാൻസിസ്, ജോസുകുട്ടി പൂവത്തുമൂട്ടിൽ, ജോസ് കുര്യാക്കോസ്, ഷിബു പോൾ, ജിൻസ് മാനുവൽ എന്നിവർ പങ്കെടുത്തു. കേരള കോൺഗ്രസ് ദേവികുളം നിയോജക മണ്ഡലം കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും ജനപ്രതിനിധികൾക്ക് സ്വീകരണവും ശനിയാഴ്ച അടിമാലിയിൽ നടക്കും. ഗവൺമെന്റ് ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുസ്ലിം ജുമാ മസ്ജിദിന് എതിർവശത്തുള്ള ഇടപ്പാറ ബിൽഡിംഗിലാണ് ഓഫീസിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. നിയോജക മണ്ഡലം പ്രസിഡന്റ് സജി പൂതക്കുഴി അധ്യക്ഷത വഹിക്കും. ഗവൺമെന്റ് ചീഫ് വിപ്പ് അബു ജോൺ ജോസഫ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേരള കോൺഗ്രസ് പാർട്ടിയുടെ ദേവികുളം നിയോജകമണ്ഡലം കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടനം ഈ വരുന്ന ശനിയാഴ്ച 18-ാം തീയതി രാവിലെ 11:30 കേരള ഗവൺമെൻറ് ചീഫ് വിപ്പ് ശ്രീ അബു ജോസഫ് ഉദ്ഘാടനം ചെയ്യുകയാണ്. അതിനുശേഷം നിയോജകമണ്ഡലം കൺവെൻഷൻ അടിമാലി YMCA ഹാളിൽ വെച്ച് കൂടുമ്പോൾ അതിലേക്ക് ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളെ ഞങ്ങൾ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഇടുക്കി ജില്ലയുടെ അമരക്കാരൻ പ്രൊഫസർ MJ ജേക്കബ് സാറാണ്. തുടർന്ന് നടക്കുന്ന സമ്മേളനം ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ MJ ജേക്കബ് ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ ദേവികുളം MLA F രാജ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല സ്റ്റീഫൻ എന്നിവർക്ക് സ്വീകരണവും നൽകും. നിയോജക മണ്ഡലം പ്രസിഡന്റ് സജി പൂതക്കുഴിയിൽ, ഷാബു ജോസഫ്, എൽദോസ് പുളിഞ്ചോട്ടിൽ, പ്രോഗ്രാം കോർഡിനേറ്റർ കുര്യാക്കോസ് ചേലമുട്ടിൽ, മാത്യു തെങ്ങുകുടി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അറിവാണ് വ്യക്തികളെ സ്വതന്ത്രരാക്കുന്നതെന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വികസന വകുപ്പ് മന്ത്രി KA തുളസി. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ SC ST വിഭാഗങ്ങളിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അറിവ് മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നത്. ഓരോരുത്തരെയും സ്വതന്ത്ര വ്യക്തിയാക്കി മാറ്റുന്നതിനും അറിവ് വേണം. അറിവ് നേടുന്നതിനായി എന്ത് കഠിന പ്രയത്നവും ചെയ്യണമെന്നും മന്ത്രി KA തുളസി പറഞ്ഞു. കഠിനാധ്വാനം മാത്രമേ നമുക്ക് മുതൽക്കൂട്ടായിട്ടുള്ളൂ. മറ്റൊരു കുറുക്കുവഴികളും ഒരു വിജയത്തിലും നമ്മളെ സഹായിക്കില്ല. താൽക്കാലികമായിട്ടുള്ള വിജയങ്ങൾ ഉണ്ടായാലും
ശാശ്വതമായ വിജയം നമ്മൾ കയ്യെത്തി പിടിക്കണമെന്നുണ്ടെങ്കിൽ കഠിനാധ്വാനം കൂടിയേ തീരൂ. അതുകൊണ്ട് കുട്ടികളെ ഏറ്റവും നന്നായിട്ട് പഠിക്കണം. നമ്മൾ നേടിയെടുക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള അറിവുകളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. നമ്മുടെ സൗന്ദര്യം കുറച്ച് കഴിയുമ്പോൾ നശിച്ചു പോകും. നമ്മുടെ കണ്ടമിടറാത്ത ശബ്ദം നമ്മളെ വിട്ടുപോകും. ഇതുപോലെ നിവർന്നു നിൽക്കാൻ കഴിയാത്ത സാഹചര്യം വയസ്സാകുമ്പോൾ വരും. അതുപോലെ പണം കൂടുതലായിട്ട് സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു രോഗം വന്നാൽ തന്നെ നമ്മളുടെ കൈകളിൽ നിന്ന് വിവിധ ആശുപത്രികളിലേക്ക് പോകും. പക്ഷെ നമ്മളെ കൈവിട്ടു പോകാത്ത ഒന്ന് മാത്രമേ ഉള്ളൂ, അതാണ് നമ്മൾ നേടിയെടുക്കുന്ന അറിവ്. ആ അറിവാണ് നമ്മളെ ഒരു സ്വതന്ത്ര വ്യക്തിയായിട്ട് മാറ്റുന്നത്. ആ വ്യക്തിത്വമാണ് ഈ സമൂഹത്തിൽ മറ്റാളുകളോടൊപ്പം ഞങ്ങൾ ആരെക്കാളും പിന്നിലല്ല, ഞങ്ങൾ മുന്നിലുമല്ല, ഞങ്ങൾ നിങ്ങൾക്കൊപ്പമാണ് എന്ന് ആത്മാഭിമാനത്തോടെ പ്രഖ്യാപിക്കാൻ നമുക്ക് ശക്തി പകർന്നത് നമ്മുടെ അറിവാണ്. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന 6 പഞ്ചായത്തുകളിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്നും SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. തടിയമ്പാട് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സാന്ദ്രമോൾ ജിന്നി അധ്യക്ഷത വഹിച്ചു. റോയ് കെ പൗലോസ് MLA വിശിഷ്ട വ്യക്തികളെ അനുമോദിച്ചു. ദേവികുളം MLA F രാജ മുഖ്യപ്രഭാഷണം നടത്തി. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AP ഉസ്മാൻ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഷൈജുമോൾ P കോയ, വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ്, മരിയാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിപ്സി ജിമ്മി, കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കോമള മോഹൻദാസ്, കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TN ബിജു, വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് ജോസഫ്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, പട്ടികജാതി പട്ടികവർഗ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. SNDP യോഗം കൊച്ചുതോവാള ശ്രീ നാരായണ മഹാദേവ ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ 15 വർഷക്കാലമായി നടന്നുവരുന്ന ദിവ്യജ്യോതി പ്രയാണത്തിനും ശാന്തിയാത്രയ്ക്കും തുടക്കമായി. മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ ഗുരുദേവ സമാധിയിലെ കിടാവിളക്കിൽ നിന്നും പകർന്ന ദിവ്യജ്യോതി പ്രയാണവും ശാന്തിയാത്രയും SNDP യോഗം കൊച്ചുതോവാള ശാഖയുടെയും പോഷക സംഘടനകളുടെയും കുടുംബയോഗങ്ങളുടെയും നേതൃത്വത്തിലാണ് കർക്കിടകം 1 മുതൽ ആരംഭിച്ചത്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ സുരേഷ് ശ്രീധരൻ തന്ത്രി, ക്ഷേത്രം മേൽശാന്തി നിശാന്ത് ശാന്തി എന്നിവരാണ് ശാന്തിയാത്ര നയിക്കുന്നത്. മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ശാന്തിയാത്രയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മൾ ആത്മീയമായ അനുഗ്രഹം നേടണമെങ്കിൽ നമുക്ക് ഹൃദയശുദ്ധിയും നല്ല വാക്കുകളും നല്ല കർമ്മവും ആ വഴിപാടിലൂടെ ആ പ്രാർത്ഥനയുടെ മുന്നോട്ട് പോകാൻ സാധ്യമാകണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സാഹോദര്യ സ്നേഹം വർദ്ധിപ്പിച്ചുകൊണ്ടും പരസ്പരം എല്ലാവരെയും ബഹുമാനിച്ചുകൊണ്ടും സ്നേഹിച്ചുകൊണ്ടും ഗുരുവിൻ്റെ സന്ദേശങ്ങൾ ഈ സമൂഹത്തിൽ ഏത് വിശ്വാസികളായാലും ജാതിമത ചിന്താഗതികൾക്കപ്പുറത്ത് ഒരുമിച്ചൊരു വലിയ കൂട്ടായ്മ ഉണ്ടാകണം എന്ന ഗുരുവിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുക കൂടിയാണ് ഈ ആത്മീയ യാത്ര കൊണ്ട്, അതല്ലെങ്കിൽ ശാന്തി യാത്ര കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മലനാട് യൂണിയൻ സെക്രട്ടറി വിനോദ് ഉത്തമൻ മുഖ്യപ്രഭാഷണം നടത്തി. സമാപന ദിവസമായ ഓഗസ്റ്റ് 16 വൈകിട്ട് 5:30 മുതൽ സമൂഹ പ്രാർത്ഥനയും മഹാഗുരുപൂജയും സത്സംഗവും നടക്കും. ശാഖായോഗം പ്രസിഡന്റ് സന്തോഷ് പാതയിൽ, സെക്രട്ടറി അഖിൽ കൃഷ്ണൻകുട്ടി, യൂണിയൻ കൗൺസിലർ PK രാജൻ, യൂണിയൻ കമ്മിറ്റി അംഗം PG സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. സുബ്രത മുഖർജി ഫുട്ബോൾ ടൂർണമെന്റിൽ ചാമ്പ്യന്മാരായ സേനാപതിമാർ ബേസിൽ സ്കൂൾ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. സബ് ജില്ലാ തലത്തിൽ സബ് ജൂനിയർ, ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിലാണ് സ്കൂൾ മികച്ച വിജയം നേടിയത്. കഴിഞ്ഞ ദിവസം ആമയാർ MES സ്കൂളിൽ നടന്ന നെടുങ്കണ്ടം സബ് ജില്ലാതല സുബ്രതോ മുഖർജി ഫുട്ബോൾ ടൂർണമെന്റിൽ സബ് ജില്ലയിലെ 19 ടീമുകൾ മാറ്റുരച്ചു. സബ് ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ആതിഥേയരെയും ജൂനിയർ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ നെടുങ്കണ്ടം ഗവൺമെന്റ് സ്കൂളിനെയും പരാജയപ്പെടുത്തിയാണ് സേനാപതി മാർ ബേസിൽ സ്കൂൾ കിരീടം നേടിയത്. സ്കൂൾ അങ്കണത്തിൽ നടന്ന സ്വീകരണ ചടങ്ങിൽ മാനേജർ ഫാദർ എൽദോസ് അധ്യക്ഷത വഹിച്ചു. ഹെഡ്മിസ്ട്രസ് ഡെയ്സി മാത്യു, പ്രിൻസിപ്പൽമാരായ ബിനു പോൾ, ധന്യ S നായർ, മാനേജ്മെന്റ് പ്രതിനിധികളായ MK ജോൺ മുകളേൽ, ബേബി ഞെളിയൻ പറമ്പിൽ എന്നിവർ സംസാരിച്ചു. പരിശീലനായ എബിൻ K ജോണിനെയും ചടങ്ങിൽ ആദരിച്ചു. ഓപ്പറേഷൻ തൂഫാൻ 1 മില്യൺ ഗോൾ ചലഞ്ചിന്റെ ഭാഗമായി ഉദയഗിരി സെന്റ് മേരീസ് UP സ്കൂളിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. സ്കൂൾ ഗ്രൗണ്ടിൽ നടത്തിയ മത്സരങ്ങൾ മാനേജർ ഫാദർ ജോബി പൂവത്തിങ്കിൽ ഉദ്ഘാടനം ചെയ്തു. ലോകകപ്പ് ആവേശം ലഹരിവിരുദ്ധ പോരാട്ടമാക്കി മാറ്റുവാനുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഓപ്പറേഷൻ തുഫാൻ 1 മില്യൺ ഗോൾ ചലഞ്ചിന്റെ ഭാഗമായാണ് ഉദയഗിരി സെന്റ് മേരീസ് UP സ്കൂളിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. ലഹരിക്ക് പറയൂ നോ, ലഹരിക്കെതിരെ കളിക്കളത്തിൽ എന്ന മുദ്രാവാക്യത്തോടെയാണ് മത്സരം സംഘടിപ്പിച്ചത്. സ്കൂൾ മാനേജർ ഫാദർ ജോബി പൂവത്തിങ്കൽ ഉദ്ഘാടനം ചെയ്തു. ആളുകളും കളിക്കാരും വസീനേക്കാളും വലിയ ഗോളിമാരും ഒക്കെ തകർത്താടിയ ദിവസമാണ് ഇന്ന്. വളരെ വിജയകരമായിട്ട് ഇന്ന് ദിവസം ഒരു ആഘോഷിച്ചു. വിവിധ 4 ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് മത്സരം നടത്തി. ബോയ്സും ഗേൾസും ഇതിൽ പങ്കെടുത്തു. ഈ മത്സരത്തിൽ വിജയമായുള്ള കുട്ടികളെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ടൂർ
ടൂർണമെന്റിൽ സ്കൂളിലെ 4 ഹൗസുകളിൽ നിന്നുമായി 60-ലധികം കുട്ടികൾ പങ്കെടുത്തു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ബ്ലസ്സി അധ്യക്ഷത വഹിച്ചു. അധ്യാപകരായ ബോബിൻ ജോസ്, നിതിൻ സെബാസ്റ്റ്യൻ, ആൽഫ്രഡ് ഔസേപ്പ്, അപ്പുകുട്ടൻ എന്നിവർ നേതൃത്വം നൽകി. കാഞ്ചിയാർ ഗവൺമെന്റ് ട്രൈബൽ LP സ്കൂളിൽ റേഡിയോ കാഞ്ചിയാർ എന്ന സ്കൂൾ റേഡിയോ പദ്ധതിക്ക് തുടക്കമായി. ആകാശവാണി ദേവികുളം നിലയത്തിലെ റേഡിയോ അനൗൺസറും ശാന്തൻപാറ ഗവൺമെന്റ് കോളേജ് മലയാളം വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ അനില CS ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടികളിലെ ആശയവിനിമയ ശേഷി, ഭാഷാ പരിജ്ഞാനം, ആത്മവിശ്വാസം, സർഗാത്മകത, നേതൃപാടവം എന്നിവ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കൂൾ റേഡിയോ പദ്ധതിക്ക് തുടക്കമായത്. സ്കൂളിലെ കുട്ടികൾ തന്നെയാണ് റേഡിയോയുടെ അവതാരകരും വാർത്താവായനക്കാരും. ആഴ്ചയിൽ ഒരു ദിവസം ഉച്ചഭക്ഷണ വേളയിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടിയിലൂടെ സ്കൂൾ വാർത്തകൾ, പൊതുവാർത്തകൾ, പൊതുവിജ്ഞാന വിവരങ്ങൾ, പരിസ്ഥിതി ആരോഗ്യ ബോധവൽക്കരണ സന്ദേശങ്ങൾ, ഗാനങ്ങൾ, കവിതകൾ, പ്രസംഗങ്ങൾ, ചിന്തകൾ, പുസ്തകപരിചയം, ക്വിസ്, അഭിമുഖങ്ങൾ, ദിനാചരണ പ്രത്യേക പരിപാടികൾ എന്നിവ അവതരിപ്പിക്കും. ഓരോ വിദ്യാർത്ഥിക്കും മൈക്കിന് മുന്നിലെത്തി സ്വന്തം കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരവും ഇതിലൂടെ റേഡിയോ കാഞ്ചിയാർ ഒരുക്കുന്നു. റേഡിയോയുടെ പ്രവർത്തന രീതികൾ, അവതരണത്തിന്റെ പ്രാധാന്യം, ശുദ്ധമായ ഉച്ചാരണം, ശബ്ദ നിയന്ത്രണം, വാർത്ത തയ്യാറാക്കുന്ന രീതി എന്നിവ കുട്ടികളുമായി ഡോക്ടർ അനില CS പങ്കുവച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക ലിൻസി ജോർജ്, PTA പ്രസിഡന്റ് ജിൽബിൻ ജോർജ്, അധ്യാപകരായ ജിയോ സെബാസ്റ്റ്യൻ, ലിബിയ ജെയിംസ്, വിഷ്ണു ഗോപാലൻ, അമലു മാത്യു, അനുഷ ഷാജി എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളായ VS ആദിത്യൻ, നില രതീഷ്, അനിരുദ്ധ് അനീഷ്, PA ഋതുൽദേവ് എന്നിവർ നേതൃത്വം നൽകി. കൂമ്പൻപാറ ഫാത്തിമ മാത ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനവും ലിറ്റിൽ കൈറ്റ്സ് പ്രതിഭകളെ അനുമോദിക്കലും നടന്നു. അടിമാലി എക്സൈസ് റേഞ്ച് ഓഫീസർ വിനോജ് വിജെ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പലവിധ കഴിവുകളുള്ള ആളുകളാണ് മനുഷ്യർ. ആ കഴിവുകൾ വികസിപ്പിക്കണമെങ്കിൽ അവരവരുടെ കഴിവുകൾ കണ്ടെത്തണം. അങ്ങനെ ഓരോരുത്തരുടെ കഴിവുകൾ കണ്ടെത്തി അത് പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വിദ്യാരംഗ പദ്ധതി സർക്കാർ നടപ്പിലാക്കിയത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും കൈറ്റിന്റെയും ആഭിമുഖ്യത്തിൽ നടത്തിയ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റിന്റെ മികച്ച പ്രവർത്തനങ്ങളിൽ ജില്ലാതലത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ പ്രതിഭകളെ അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ ദീപരാജ് അനുമോദിച്ചു. പരിപാടിയുടെ ഭാഗമായി കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. സോഷ്യൽ സയൻസ് വിഭാഗം അധ്യാപകൻ വിപിൻ വർഗീസ്, സിസ്റ്റർ ഡോൺ മരിയ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജ്വല്ലറി ഷോപ്പിംഗിൽ ഇനി നോ കോംപ്രമൈസ്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായി പൊന്നിലൂടെ. KG's ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. ജാതിമത വേർതിരിവുകൾക്കപ്പുറം മനുഷ്യത്വത്തിന്റെ അപൂർവ മാതൃകയായി ചെറുതോണിയിലെ തിലകാശി പീഠം പൊതുശ്മശാനം. ചെറുതോണി ശ്രീ പെരിയാറ്റപ്പൻ മഹാദേവ ക്ഷേത്ര ട്രസ്റ്റിന്റെ കീഴിലുള്ള ഈ ശ്മശാനം എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്കും അവരുടെ ആചാരപ്രകാരം അന്തിമ സംസ്കാരം നടത്താൻ സൗകര്യമൊരുക്കി ശ്രദ്ധേയമാവുകയാണ്. ഇടുക്കി അണക്കെട്ടിന് സമീപം കുർത്തിമലയെ അഭിമുഖീകരിക്കുന്ന ചെറുതോണി ഗാന്ധിനഗർ മലമുകളിലാണ് ശ്രീ പെരിയാറ്റപ്പൻ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്ര ട്രസ്റ്റിന് കീഴിൽ 2009 തിലകാശി പീഠം പൊതുശ്മശാനം പ്രവർത്തനം ആരംഭിച്ചത്. ഒരു ക്ഷേത്ര ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നതും ഹിന്ദു, മുസ്ലിം, ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് ഒരുപോലെ സംസ്കാര സൗകര്യം ഒരുക്കുന്ന അപൂർവം ശ്മശാനങ്ങളിൽ ഒന്നാണിത്. ആരംഭകാലത്ത് ആദിവാസി ഗോത്ര വിഭാഗങ്ങളുടെ മൃതദേഹങ്ങളാണ് ഇവിടെ സംസ്കരിച്ചിരുന്നത്. എന്നാൽ പിന്നീട് വിവിധ സമുദായങ്ങളെ ഉൾപ്പെടുത്തി ട്രസ്റ്റ് വിപുലീകരിച്ചതോടെ ജാതി മതഭേദമന്യേ ഏത് വിശ്വാസത്തിലുള്ളവർക്കും ആചാരപ്രകാരം സംസ്കാരം നടത്താൻ അനുമതി നൽകുകയായിരുന്നു. അങ്ങനെ ജാതി മതസ്ഥരെ അങ്ങനെ അടക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ക്ഷേത്രം എന്ന എന്താണെന്ന് നമുക്ക് മനസ്സിലാകാത്തത് കൊണ്ടുള്ള ചോദ്യമാണ് അതിനകത്ത്. അങ്ങനെ ക്ഷേത്രം എന്ന് പറയുന്നത് ഒരു ആസ്ട്രോളജിക്കലായിട്ട് ഉള്ള ചിന്തയിലാണ് ഇവിടുത്തെ ക്ഷേത്രം. എല്ലാ ക്ഷേത്രങ്ങളും അങ്ങനെയാണ് പോകേണ്ടതും, അങ്ങനെ അതിൻ്റെ അടിസ്ഥാനം അതെന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അതിനകത്ത് ജാതി മതമൊന്നും വരുത്തില്ല എന്നുള്ളത്. മനുഷ്യരും ജീവജാലങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രകൃതിയായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. പൈസയുള്ളവരെ സംബന്ധിച്ചോളം ഇപ്പോൾ മറ്റു മതസ്ഥരാണെന്ന് കരുതുക, അപ്പോൾ അവിടെ ആളും ബഹളമൊക്കെ കാണും. ആരുമില്ലാത്തവർക്ക് ആരുമില്ലല്ലോ. പിന്നെ ആ കൂട്ടത്തിൽ മരിച്ചിട്ടുള്ള ഇപ്പോൾ ക്രിസ്ത്യാനിയാണെങ്കിലും മുസ്ലിം ആണെങ്കിലും
അവർക്ക് പറ്റാവുന്ന ഓഫീസോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചുറ്റി അവരെ ദഹനവും അടക്കും അങ്ങനെ രണ്ടും. ദഹനം ദഹിപ്പിക്കേണ്ട ആഗ്രഹിക്കുന്നവർക്ക് അതനുസരിച്ച് ചെയ്യാം എന്നുള്ളതാണ്. സാമ്പത്തികം ഒട്ടുമില്ലാത്ത ആൾക്കാരുടെ കാര്യങ്ങൾ ക്ഷേത്ര കമ്മിറ്റി നേരിട്ട് ഡയറക്റ്റ് ചെയ്ത് ചെയ്യും. വെറുമൊരു ശ്മശാനം എന്നതിലുപരി പൂർണ്ണമായ പിന്തുണയാണ് ട്രസ്റ്റ് ഇവിടെ നൽകുന്നത്. ചടങ്ങുകൾക്ക് ആവശ്യമായ സാമഗ്രികൾ, വാഹന സൗകര്യം, ശ്മശാന പരിപാലനം എന്നിവയെല്ലാം ട്രസ്റ്റ് തന്നെ ഏകോപിപ്പിക്കും. ബന്ധുക്കൾ ആഗ്രഹിക്കുന്ന പക്ഷം പേരും തീയതിയും രേഖപ്പെടുത്തിയ ഫലകങ്ങൾ സ്ഥാപിക്കാനും അനുമതിയുണ്ട്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് ആംബുലൻസ് ചെലവുകൾ ഉൾപ്പെടെ സൗജന്യമായി ട്രസ്റ്റ് വഹിക്കാറുണ്ട്. അനാഥ മൃതദേഹങ്ങളും പോലീസ് നടപടികൾക്ക് ശേഷം ഇവിടെ ആദരവോടെ സംസ്കരിക്കുന്നു. ക്ഷേത്രവളപ്പിലെ ഏലകൃഷിയിൽ നിന്നും മറ്റ് കാർഷിക വിളകളിൽ നിന്നുമുള്ള വരുമാനമാണ് ഈ കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ട്രസ്റ്റ് വിനിയോഗിക്കുന്നത്. മനുഷ്യന്റെ അന്തിമയാത്ര പോലും ഇന്ന് മതിലുകൾക്കുള്ളിൽ പൂട്ടിക്കിടക്കുമ്പോൾ മരണാനന്തരമെങ്കിലും എല്ലാവർക്കും തുല്യമായ ബഹുമാനവും വിടവാങ്ങലും ഉറപ്പാക്കുകയാണ് തിലകാശി പീഠം. മതാതീത ചിന്തയും സാമൂഹിക ഐക്യവും ഉയർത്തിപ്പിടിക്കുന്ന പെരിയാറ്റപ്പൻ മഹാദേവ ക്ഷേത്ര ട്രസ്റ്റിന്റെ ഈ പ്രവർത്തനം ഇടുക്കിയുടെ ചരിത്രത്തിൽ തന്നെ വേറിട്ടൊരു മാതൃകയായി മാറുകയാണ്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ജ്വല്ലറി ഷോപ്പിംഗിൽ ഇനി നോ കോംപ്രമൈസ്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായി പൊന്നിലൂടെ. കെജിഎസ് ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജ്വല്ലറി ഷോപ്പിംഗിൽ ഇനി നോ കോംപ്രമൈസ്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായി പൊന്നിലൂടെ. കെജിഎസ് ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. നെടുങ്കണ്ടം ഹെഡർ സിസ്റ്റംസ് ഏലക്ക ലേല വിവരം. ആകലോട്ട് 165, വിൽപ്പനയ്ക്ക് വന്നത് 38,808, വിൽപ്പന നടന്നത് 37,682, കൂടിയ വില 3,867, ശരാശരി വില 3,001. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 700 രൂപ, ഏലം കൂടിയ വില 2,900, ഏലം ശരാശരി വില 2,500. കാപ്പിപ്പരിപ്പ് 365, ഗ്രാമ്പു 950, കൊക്കോ 90, റബ്ബർ 265. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 13,065 രൂപ, വെള്ളി 235. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ജ്വല്ലറി ഷോപ്പിംഗിൽ ഇനി നോ കോംപ്രമൈസ്. പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായി പൊന്നിലൂടെ. കെജിഎസ് ജ്വല്ലറി, കോട്ടയം കട സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ഇടമലക്കുടിയിലെ റോഡ് നിർമ്മാണം അടിയന്തരമായി പൂർത്തീകരിക്കണമെന്ന് മന്ത്രി കെ.എ. തുളസി. 45 ദിവസത്തിനകം റോഡ് നിർമ്മാണം പൂർത്തീകരിച്ച് സഞ്ചാരയോഗ്യമാക്കാൻ പൊതുമരാമത്ത് വകുപ്പിന് നിർദ്ദേശം നൽകി മന്ത്രി. തമിഴ്നാട്ടിലെ വൈഗ അണക്കെട്ടിൽ ജലനിരപ്പ് കുത്തനെ കുറഞ്ഞതോടെ തെക്കൻ ജില്ലകളിലെ കാർഷിക മേഖല കടുത്ത പ്രതിസന്ധി. അണക്കെട്ടിൽ നിലവിൽ അവശേഷിക്കുന്നത് 20% വെള്ളം മാത്രം. ജലക്ഷാമം രൂക്ഷമായതോടെ നിരവധി മേഖലകളിൽ കൃഷി ആരംഭിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. തൊടുപുഴ നഗരസഭയിലെ ഭരണസ്തംഭനത്തിനെതിരെ CPM നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ജില്ലാ സെക്രട്ടറി CV വർഗീസ് സമരം ഉദ്ഘാടനം ചെയ്തു. ഭരണസമിതിക്കുള്ളിലെ ചേരിപ്പോരും തമ്മിലടിയും നഗരസഭയുടെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നതായും നേതാക്കൾ. മൺസൂൺ അവസാനിക്കാറായിട്ടും സജീവമാകാതെ ഇടുക്കിയിലെ വെള്ളച്ചാട്ടങ്ങൾ. മഴ കുറഞ്ഞതിനാൽ മൺസൂൺ കാഴ്ചകൾ ആസ്വദിക്കാൻ ഇത്തവണ ഇടുക്കിയിലേക്ക് സഞ്ചാരികളും എത്തിയില്ല. പ്രധാന ജലാശയങ്ങളിലും കാര്യമായി ജലനിരപ്പ് ഉയർന്നില്ല. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.